ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് 77ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. മാർക്കറ്റ് അവധിയാണിന്ന്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമുക്കിനി ചൊവ്വാഴ്ച മുതലാണ് മാർക്കറ്റ്, അതായത് 27 ജനുവരി 2026 മുതലാണ് മാർക്കറ്റ് ആരംഭിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ആഴ്ചയല്ല, ജനുവരി ഫസ്റ്റ് വീക്കിൽ ഇന്ത്യ ഓൾ ടൈം ഹൈ, അതായത് ജനുവരി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 5-നാണ് 26,373 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം വളരെ സ്ലിപ്പായത്. അതായത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ആ മൊമെൻറ്റത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഇന്ത്യയും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ്. ബഡ്ജറ്റ് നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ വരുന്നുണ്ട്. അടുത്ത ഞായറാഴ്ചയാണ് ബഡ്ജറ്റ് വരുന്നത്. അന്ന് ഇന്ത്യൻ ഓഹരി വിപണി സാധാരണ പ്രവർത്തിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞായറാഴ്ച ഒരു ബഡ്ജറ്റ് ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് ആസ് യൂഷ്വൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത ഈ ആഴ്ച വരുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് നാളെയുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റും ഒരു ഫൈനലൈസേഷൻ വരും. അതേസമയം US നിന്നുള്ള ചില US ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനകൾ ഇന്നലെ കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി. 25% ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട ഇളവുകൾ ഉണ്ടാകുമെന്നുള്ള പ്രസ്താവന. അതുപോലെ വളരെ പ്രധാനപ്പെട്ട Q3 ഏർണിങ്സ് ഈ ആഴ്ച വരുന്നുണ്ട്. അതിനും പുറമെ അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഈ വ്യാഴാഴ്ച പുറത്തേക്ക് വരുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും അത് ലോക്കൽ ഇവൻറ്റ്സുകളായാലും ശരി, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ആയാലും ഇന്ത്യയെ സംബന്ധിച്ചിട്ടും പ്രത്യേകിച്ചിട്ടും വളരെ കാര്യമായിട്ടൊരു വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബജറ്റിന് മുന്നോടിയുള്ള ഒരാഴ്ച, ബജറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഇവൻ്റായിട്ട് മാറുമെന്ന് വേണം പറയാൻ. കാരണം ഇതിനൊക്കെ ഇടയിൽ വരുന്ന ഒരു ഇവൻ്റ് എന്നുള്ള രീതിയിലേക്ക് ബജറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റും നിക്ഷേപകരും വലിയ പ്രതീക്ഷയിലാണ്. നിക്ഷേപകർ വളരെ സങ്കടത്തിലുമാണ്. കാരണം അവരുടെ പോർട്ട്ഫോളിയോ നിഫ്റ്റിയൊക്കെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തെങ്കിലും അത്രമാത്രം ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. നമ്മുടെ GDP നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവിലാണുള്ളത്. ക്രൂഡ് ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ക്രൂഡ് ഓയിൽ ഏറ്റവും വലിയ അനുകൂലമായിട്ടുള്ള കണ്ടീഷനിലാണുള്ളത്. $60 മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നു. ഒരു അവസരത്തിൽ $90 $100 മുകളിൽ പോയിരുന്ന ക്രൂഡാണ് ഇപ്പോൾ നമുക്ക് 60 കിട്ടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നിട്ട് കൂടി നമുക്ക് നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. സോ ബഡ്ജറ്റിൽ നമ്മൾ കാര്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വലിയ മെഷേഴ്സൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ചില മെക്കാനിസംസ് അവിടെയും ഇവിടെയുമായിട്ട് ശരിയാവേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിലേക്ക് വരാം. അപ്പോൾ ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ബേസിൽ നിഫ്റ്റി ഏകദേശം 2.51% നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി 5-ന് 26,373 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം ഏകദേശം 1,325 പോയിൻ്റാണ് കഴിഞ്ഞ 14 ട്രേഡിംഗ് ഡേയ്സിൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി. ഏകദേശം 200 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനും താഴെ നിഫ്റ്റി വന്നിരിക്കുന്നു. FIIസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷനാണ് അതിനൊരു കാരണമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നത്. 2.43% നഷ്ടമാണ് സെൻസെക്സിൽ രേഖപ്പെടുത്തിയത് വീക്കിലി ബേസിൽ. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 4.5% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്മോൾ ക്യാപ്പിൽ ഏകദേശം 5.81% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് നമ്മുടെ എല്ലാവരുടെ പോർട്ട്ഫോളിയോ അതുകൊണ്ട് തന്നെ വളരെ ചുവന്ന് നിൽക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ എല്ലാ സെക്ടറുകളിലും കഴിഞ്ഞ ആഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറാണ്. ഏകദേശം 3.5% നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. FMCG നോക്കിക്കഴിഞ്ഞാലും വളരെ ലോസ് ആയിട്ടുള്ള കാര്യമാണ്. സോ കുറച്ചെങ്കിലും സ്ട്രെങ്തൻ കാണിച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് ടെക് മഹീന്ദ്രയും ഹിൻഡാൽക്കോയും ഇൻഫോസിസുമാണ്. അതുപോലെ തന്നെ വീക്ക് സൈഡിലേക്ക് പോയിരിക്കുന്ന ITC ട്രെൻഡ് പോലുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള വീക്ക്നെസ് കാണിച്ചു. ഡോക്ടർ റെഡ്ഡീസും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറുമാണ് ഒരു ടോപ്പ് ഗെയിനേഴ്സായിട്ട് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച വന്നത്. അതേസമയം അദാനി എൻ്റർപ്രൈസസ്, അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസ് ഫ്ലോസ് അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിൽ വലിയ രീതിയിലുള്ള സെല്ലിങ്ങിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഏതായാലും നിഫ്റ്റിയുടെ ഓവറോൾ ഔട്ട്ലുക്ക് ചെറിയ രീതിയിൽ നെഗറ്റീവിലേക്ക് വന്നു വീക്കിലി ബേസിസിലെന്ന് വേണ്ടി നമുക്ക് പറയേണ്ടി വരും. സോ ടെക്നിക്കൽ വ്യൂ എന്ന് പറയുന്നത് ട്രെൻഡ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പക്ഷേ ഒരു മീഡിയം ടേമിൽ നോക്കുന്ന സമയത്ത്
ചില മൂവിങ് ആവറേജസ് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് കാണാം. ചെറിയൊരു റിവേഴ്സൽ, കാരണം ന്യൂസ് ഫ്ലോസ് ചെറിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും നാളെയുമായിട്ട്, അതായത് ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നും പിറ്റേന്നുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ചില കരാറുകളിൽ ഇന്ത്യ ഒരു ഫൈനലൈസേഷൻ വരും, അല്ലെങ്കിൽ അത് ഒപ്പിടുന്നതിലേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഗസ്റ്റുകളായിട്ടുണ്ട്. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച 27 നടക്കുമെന്നാണ് അറിയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കരാർ ഒപ്പിടുന്നതിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അതേസമയം ഇന്ന് വെള്ളിയാഴ്ച വരെയുള്ള ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ്സ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഒരു ഷോർട്ട് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 25,049 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സോ 20 ദിവസത്തെ നിഫ്റ്റിയുടെ സിമ്പിൾ മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ 25,793. അതുപോലെ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണുള്ളത്. നിഫ്റ്റിയുടെ 50 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് 25,925. 10 ആഴ്ചയിലെ 10 വീക്ക് സിമ്പിൾ മൂവിങ് ആവറേജ് വരുന്നത് 25,927. അവിടെയും ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ, അതായത് 30 ആഴ്ചയിലെ സിമ്പിൾ മൂവിങ് ആവറേജിന് മുകളിലാണ് വന്നിരിക്കുന്നത്. സോ ഈ 4 മൂവിങ് ആവറേജസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ട്രെൻഡാണ് നമുക്ക് നിഫ്റ്റിയിൽ വെളിവാകുന്നത്. RSI 29 അത് ഒരു ക്രോസ് ഓവർ മീൻസ് MACD മുകളിലാണുള്ളത്. സോ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആയാലും ശരി, സ്റ്റൊക്കാസ്റ്റിക് RSI ആയാലും ശരി, ഒരു പോസിബിലിറ്റി, ഒരു ബുള്ളിഷ് ട്രെൻഡിനാണ് കാണിക്കുന്നത്. അതേസമയം നെഗറ്റീവ് ഫ്ലോസ് നമുക്കറിയാമല്ലോ. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഒരു സൈഡിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് BBCയും CNN ഒക്കെ തന്നെ ഇറാൻ, അതുപോലെ തന്നെ അമേരിക്ക ടെൻഷൻസ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ഡിസ്ട്രോയർ ഫ്ലീറ്റ് ആയിട്ടുള്ള അബ്രഹാം ലിങ്കൺ ഓൾറെഡി അറേബ്യൻ സീയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ്. അതായത് ഇറാൻ്റെ സ്ട്രൈക്കിംഗ് ഏരിയയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ ഒരു റെഡ് സിഗ്നലും വന്നിട്ടില്ല. പക്ഷേ ഇറാൻ എന്തിനും തയ്യാറായി നിൽക്കുന്നു. ഏത് തരത്തിലുള്ള പ്രഖ്യാപനവും യുദ്ധമായിട്ട് കണക്കാക്കുന്ന രീതിയിലാണ് ഇറാൻ നിൽക്കുന്നത്. സോ ആ ഒരു ടെൻഷൻ മിഡിൽ ഈസ്റ്റിൽ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്രൂഡിനെ വളരെയേറെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് അത് നെഗറ്റീവായിട്ട് വരും. അതുപോലെ തന്നെ ഗ്ലോബൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻസ്റ്റബിലിറ്റി തന്നെയാണ് മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ഭയപ്പിക്കുന്നത്. അത് വീണ്ടും നമ്മളെ റുപ്പി പ്രഷറിലേക്കും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ മേളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഒരിക്കൽ കൂടി. നമുക്ക് എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. ക്രൂഡ് ഓയിൽ ഏറ്റവും താഴെ നിൽക്കുന്നു എന്നുള്ളത് വളരെ കാര്യമായിട്ടൊരു കാര്യമാണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ട്. ഈ ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ട് ഈ ക്രൂഡ് ഓയിൽ വില കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു FII സെല്ലിങ്ങിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും വളരെ പരിതാപകരമായിട്ട് ബാധിച്ചേക്കാം. സോ ഇതൊക്കെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇൻവെസ്റ്റർ ഇതിൻ്റെ ഇടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ കാര്യമായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ട് വളരെ സെലക്റ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമായിട്ടാണ് എനിക്കിത് കാണുന്നത്. അതേസമയം ബഡ്ജറ്റ് എന്ന് പറയുന്ന വലിയൊരു ട്രിഗർ ഉണ്ട്. ബഡ്ജറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു വർഷങ്ങളിലെ ബഡ്ജറ്റ് പോലെയല്ല. ഗവൺമെൻറ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതായത് ഇപ്പം ഇൻകം ടാക്സിൻ്റെ റാഷണലൈസേഷൻ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോർപ്പറേറ്റ് ടാക്സ് ഓൾറെഡി കുറച്ച് കഴിഞ്ഞു, ഇൻകം ടാക്സ് ഓൾറെഡി കുറച്ച് കഴിഞ്ഞു, GST റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതൊക്കെ മാക്സിമം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കൺസെഷൻസ് സാധാരണക്കാർക്കല്ല വരാൻ സാധ്യത, കൂടുതലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അവരുടെ ഇവിടത്തേക്ക് ആകർഷിക്കാനോ ഉള്ള ചില കൺസെഷൻസ് ആയിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതായിരിക്കും ബഡ്ജറ്റിലൂടെ ഉള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റിലൂടെയുള്ളൊരു പ്രഖ്യാപനമായിട്ട് കാണേണ്ടത്. കാരണം അല്ലാതെ നമുക്കിപ്പോൾ ടാക്സ് കൺസെഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചതാണ്. ജനങ്ങളുടെ കയ്യിലേക്ക് കാശ് എത്തിക്കാനുള്ള എല്ലാ മെഷേഴ്സും എടുത്തു കഴിഞ്ഞു. RBI ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് കാശ്. അതുപോലെ തന്നെ GST കട്ട് വന്നു, ഇൻകം ടാക്സിലുള്ള കട്ട് വന്നു, കോർപ്പറേറ്റ് ടാക്സിലുള്ള കട്ട് വന്നു. സോ അങ്ങനെയൊരു ഫ്രണ്ട്ലി ബഡ്ജറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇവിടെ നിർത്താനുള്ള ചില കൺസെഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കും. മാർക്കറ്റ് വലിയൊരു പ്രതീക്ഷ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റ് ആ ഒരു രീതിയിലാണ് ബഡ്ജറ്റിനെ കാണുന്നതെന്നുള്ളത്. മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയാലും മീൻസ് ഏതെങ്കിലും തരത്തിലുള്ള STTനുള്ള വർധനവോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ തന്നെ മാർക്കറ്റിന് അതൊരു പോസിറ്റീവായിട്ട് വന്നേക്കാം എന്നുള്ളതാണ് കാണുന്നത്. സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ആഴ്ചത്തെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ
നമുക്ക് ട്രെൻഡ് ഒരു ഷോർട്ട് ടേമിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പക്ഷേ സ്വിംഗ് ബേസിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബുള്ളിഷ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും ഞാൻ പറയുന്നതെന്ന് വിചാരിക്കരുത്, പക്ഷേ രണ്ടും രണ്ട് സിനാരിയോയിലാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഷോർട്ട് ടേം ട്രെൻഡിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വരെയുള്ള അനലൈസിസ് നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 24,800 24,800 നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട്. അതിപ്പോൾ ഈ വാർ എസ്കലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ, USA ബന്ധപ്പെട്ട ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് 25,000 താഴെ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുള്ളത്. സോ നമുക്കിനി അടുത്തൊരു ചാൻസ് വളരെ ബ്രോഡായിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് 24,600 ടു 24,800 എന്ന് പറയുന്ന വളരെ ബ്രോഡായിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് നിഫ്റ്റിക്കുള്ളത് എന്നുള്ളതാണ്. അതേസമയം അപ്പർ സൈഡിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 25,400 മുതൽ 25,650 വരെയുള്ള 280 പോയിൻറ്റിൻ്റെ ഗേജാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അപ്പർ സൈഡിലെ റെസിസ്റ്റൻസ് ആയിട്ട് ഫീഡ് ചെയ്യാനുള്ള സാധ്യത. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു 5% കറക്ഷനാണ് 11 ട്രേഡിംഗ് സെഷനിൽ വന്നിരിക്കുന്നത്. അതൊരു ഏറ്റവും വലിയ ഈ ഒരു അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും റീസെൻ്റായിട്ട് സംഭവിച്ച ഏറ്റവും വലിയ ഷാർപ്പ് കറക്ഷനായിട്ട് തന്നെ പറയാം. സോ ഒരു ടെമ്പററി സപ്പോർട്ട് നമുക്ക് കിട്ടാൻ സാധ്യത 24,900 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 24,900 25,000 റേഞ്ചിലാണ് നിഫ്റ്റിക്ക് ആദ്യ സപ്പോർട്ട്സ് ആണെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് മേജർ സപ്പോർട്ട് സോണായിട്ട് 24,800 ആക്ട് ചെയ്തേക്കാം. കാരണം മേജർ ബിഗ് ബോയ്സ് ഒക്കെ തന്നെ ബിഗ് ഡാറ്റ്സ് ഒക്കെ തന്നെ ഓൾറെഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ 12% കറക്ഷനാണ് മന്ത് ടു മന്ത് ഡാറ്റ നോക്കുകയാണ്. HDFC ബാങ്കിലെ 7.58% കറക്ഷൻ ഒരു മാസത്തിൽ കടന്നു കഴിഞ്ഞു. ITC ഏകദേശം 20% കറക്ഷൻ, LNTയിലും 8.32% കറക്ഷൻ, എയർടെൽ 6% കറക്ഷനാണ് ഈ കഴിഞ്ഞ ഒരു മന്ത് ടു മന്ത് ഡാറ്റ നോക്കുകയാണെങ്കിൽ ചെയ്യുന്നത്. ഒരു ബ്രോഡ് ബേസ്ഡ് വീക്കനിങ് അതുകൊണ്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു നെഗറ്റീവ്, ചെറിയൊരു പോസിറ്റീവ് പോലും നമുക്ക് മാർക്കറ്റിൽ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയായിട്ട് കണക്കാക്കാം. സോ 200 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് 2025 ഏപ്രിലാണ് സ്ലിപ്പായത്. അതിനുശേഷം ഒരു ബാരിഷ് ക്യാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീക്ക്ലി ബേസിൽ. സോ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും നോക്കുന്നത് ഒരു ബാരിഷ് മീൻസ് അണ്ടർഗോണാണ്. RSI ഏകദേശം 45 ലെവലിലാണുള്ളത്. സോ 2025 മുതലുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് RSI കാണിക്കുന്നത്. സോ അവിടെയൊക്കെ തന്നെ ഒരു നെഗറ്റീവ്നെസ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ബേസ് നമുക്ക് ടെക്നിക്കലി നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ടുള്ള മൂവുകളാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ 24,900, അതേസമയം 24,600 ടു 800 വളരെ ബ്രോഡായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ. അപ്പർ സൈഡിൽ 25,400 മുതൽ 650 വരെയുള്ള ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത്. ഈ ആഴ്ച ബഡ്ജറ്റിന് മുന്നുള്ള ആഴ്ച എന്നുള്ള രീതിയിൽ വോളറ്റിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതിന് പുറമെയാണ് ഈ പറയുന്ന ഗ്ലോബൽ ടെൻഷൻസും ഇന്ത്യയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ടാരിഫ് റേറ്റുകളും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒപ്പിടുകൾ മീൻസ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളും മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടത് Q3 ഏർണിങ്സ് വളരെ സ്ട്രോങ് ആണ്. ഈ ആഴ്ച വരാനുള്ള വലിയ കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ആക്സിസ് ബാങ്ക് അത് തിങ്കളാഴ്ച, അതായത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നാണ് ആക്സിസ് ബാങ്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് വരുന്നുണ്ട്, ACC, ഭാരത് ഇലക്ട്രോണിക്സ്, ആർസനൽ ട്യൂബർ അതായത് LNT, മാരുതി സുസുക്കി, ITC, ടാറ്റ മോട്ടോഴ്സ്, വോൾട്ടാസ്, ബജാജ് ഓട്ടോ, നെസ്ലെ, NTPC, സൺ ഫാർമ, ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ റിസൾട്ടുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. അടുത്ത ആഴ്ച എന്താ പറയേണ്ടത്, നേരത്തെ പറഞ്ഞുള്ള സൺഡേ നമുക്ക് ട്രേഡിംഗ് വർക്കിംഗ് ഡേ ആണ്. തിങ്കളാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹോളിഡേ ആണ്. അന്ന് റിസൾട്ട് വരുന്നു ആക്സിസ് ബാങ്കിൻ്റെത്. അതായത് ഇന്ന് US-ൻ്റെ മാനുഫാക്ചറിങ് ഇൻഡെക്സ് വരുന്ന ദിവസമാണ്. US-ൻ്റെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് പബ്ലിഷ് ചെയ്യുന്നു. ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, വഡാഫോൺ ഐഡിയ, മാരിക്കോ, ടാറ്റ കൺസ്യൂമർ പോലുള്ള പ്രൊഡക്റ്റുകളുടെ കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അന്ന് തന്നെയാണ് US-ൻ്റെ ഹോം പ്രൈസ് ഡാറ്റ പുറത്തേക്ക് വരുന്നത്. വെനസ്ഡേ അതായത് ബുധനാഴ്ച ACC, ഭാരത് ഇലക്ട്രോണിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗ്ലാൻഡ് ഫാർമ, ലാർസൻ ആൻഡ് ട്യൂബ്രോ, മാരുതി സുസുക്കി, SBI കാർഡ്സ്, SBI ലൈഫ് ഇൻഷുറൻസ്, TVS മോട്ടോഴ്സ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ കാണിക്കുന്നുണ്ട്. അതിന് പുറമെ IPOയുടെ ലിസ്റ്റിംഗ് ആണ്. ഷെഡ്വോക്സ് ടെക്നോളജിയുടെ റിസൾട്ട് അന്ന് ലിസ്റ്റിംഗ് ആണ്. ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP ഫിഗർ 2025 ഡിസംബർ മാസത്തെ ഫിഗർ അപ്ഡേറ്റ് ചെയ്യുന്ന ദിവസമാണ്.
കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ എന്നാണ് വരുന്നത്. പിന്നെ വ്യാഴാഴ്ചയാണ് മാർക്കറ്റ് ഉറ്റു നോക്കുന്ന US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരുന്നത്. ഡിസംബർ മാസത്തെ റേറ്റിൽ അന്ന് കുറവ് വന്നിട്ടുണ്ടായിരുന്നു. ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ച അദാനി പവർ, ബ്ലൂ സ്റ്റാർ, കാനറ ബാങ്ക്, കോൾഗേറ്റ് പാമോലീവ്, കൊറോമൻഡൽ ഇൻ്റർനാഷണൽ, ഡാബർ ഇന്ത്യ, ഡിക്സൺ ടെക്നോളജി, ITC, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ടാറ്റ മോട്ടോഴ്സ് പോലുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. വോൾട്ടാസിൻ്റെ റിസൾട്ട് വന്നാണ് വരുന്നത്. വെള്ളിയാഴ്ച അംബുജ സിമൻറ്റ്, ബജാജ് ഓട്ടോ, ബാങ്ക് ഓഫ് ബറോഡ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗ്ലെൻമാർക്ക് ഫാർമ, ജിൻഡാൽ സ്റ്റീൽ, ഡോക്ടർ ലാൽപത്ത് ലാബ്, നെസ്ലെ ഇന്ത്യ, NTPC പോലുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫിഗർ എന്ന് പുറത്തേക്ക് വരും. യൂറോ ഏരിയയുടെ ഫ്ലാഷ് GDP ഫിഗർ എന്ന് വരുന്നു. ഇനി അവസാനം ഞായറാഴ്ചയാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും സൺഫാർമയുടെയും റിസൾട്ട് വരുന്നത്. സോ ഈ ആഴ്ച ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പുറമെ ഇങ്ങനെയുള്ള ഇവൻറ്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള ഒരു വീക്കിന് വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കുക. വളരെ വളട്ടലായിട്ടുള്ള ഒരു റൈഡായിരിക്കും. ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് ഈ ആഴ്ച മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും അതുപോലെ തന്നെ ന്യൂസ് അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരുപാട് കണ്ടൻറ്റുകൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. സോ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ, ടെലിഗ്രാമിൽ ഞങ്ങളുടെ ചാനലുകളുണ്ട്. ഇതൊക്കെ തന്നെ ഫ്രീ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുള്ള ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കുകൾ വഴി ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാംസിൽ ഞങ്ങളുടെ ഫ്രീ ചാനലുകളുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി ഞങ്ങളുടെ സർവീസുകളെപ്പറ്റി അറിയാം. നിങ്ങൾക്ക് അവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞങ്ങൾ സർവീസുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളിൽ ചിലത് നോക്കാം. അതിലൊന്ന് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ്, അതായത് ബിസിനസ് സൈക്കിൾസും റിസ്ക്കും ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ റീറ്റെയിൽ ഫിനാൻസ് രംഗത്തേക്കും അതുപോലെ തന്നെ MFI രംഗത്തേക്കും ഒക്കെ തന്നെ ബുക്കിൽ ഏകദേശം 14% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഗ്രോസ് മാർജിൻ ഏകദേശം 11.8% വർധനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നിരിക്കുന്നത്. ഗ്രോസ് മാർജിനിൽ കാര്യമായിട്ടുള്ള എക്സ്പാൻഷൻ നടന്നിരിക്കുന്നു. Q3 നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് മാർജിൻ ഏകദേശം ട്രേഡ് ഓഫ് ആണ്. അതുപോലെ തന്നെ വോളിയം റിക്കവറി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ് ആണ് മറ്റൊരു കമ്പനി. യുണൈറ്റഡ് സ്പിരിറ്റിനെ സംബന്ധിച്ചിട്ട് എൻട്രി ലെവലിലുള്ള ബ്രാൻഡുകളിൽ അവരുടെ മാർജിനിൽ കാര്യമായിട്ടുള്ള ക്ഷീണം വന്നിരിക്കുന്നു. അതേസമയം പ്രീമിയം ബ്രാൻഡുകളിൽ, പ്രീമിയം പോർട്ട്ഫോളിയോയിൽ നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ മാർജിനിൽ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി ലെവൽ ബ്രാൻഡുകളിലുള്ള ലോസ് അതുവഴി മാർജിൻ ഓഫ്സെറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ. ഗ്രോസ് മാർജിനിൽ ഏകദേശം 219 ബേസിസ് പോയിൻ്റ് ഉയർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ ഗ്രോത്ത് 10 മുതൽ 12% വരെയാണ് വന്നിരിക്കുന്നത്. സോ മറ്റൊന്ന് സിയറ്റാണ്. സിയറ്റിൻ്റെ കമ്പനിയുടെ ഹെൽത്തി ഗ്രോത്താണ്. അതുപോലെ തന്നെ ഡിമാൻഡും എക്സ്പോർട്ടും വർദ്ധിച്ചിട്ടുണ്ട്. Q3 റവന്യൂ ഏകദേശം ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത്. മാർജിനും ഏകദേശം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത്. വോളിയം റിക്കവറി വളരെ സ്ട്രോങ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. നമുക്ക് ക്ലിയർ ആയിട്ട് സിയറ്റിനെ സംബന്ധിച്ചിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് Q4. മീഡിയം ടേം ഔട്ട്ലുക്ക് സിയറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അടുത്തൊരു ടാർഗറ്റ് ഒരു 1500 വരെയൊക്കെ പോകാനുള്ള സാധ്യത ടയർ സെക്ടറിലെ സിയറ്റിനെ കാണിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു കമ്പനി ITC ഹോട്ടലാണ്. നമുക്കറിയാം ലെമൺ ട്രീ ഹോട്ടൽസ് 160 നിലവാരത്തിൽ നിന്ന് കറക്റ്റ് ചെയ്തിപ്പോൾ വന്നിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ലെമൺ ട്രീ ഇപ്പോഴും നമുക്ക് നോക്കാവുന്നതാണ് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അതുപോലെ തന്നെ ITC ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് Q3 വളരെ സ്ട്രോങ് ആയിരുന്നു. ഹോട്ടൽ റവന്യൂ ഏകദേശം 13% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇബിറ്റയിൽ ഏകദേശം 15% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത്. മാർജിൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 38% മാർജിൻ എക്സ്പാൻഷൻ നടന്നിരിക്കുന്നു. സോ ആവറേജ് റവന്യൂ പെർ റൂം 40% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. കൊളംബോയിലും അതുപോലെ തന്നെ കൊളംബോയിലുള്ള ഹോട്ടലുകൾ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അതും അവിടെ ഇബിറ്റ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഓപ്പറേറ്റിംഗ് മൊമെൻറ്റം വളരെ സ്ട്രോങ് ആയിട്ട് ITC ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ടാർഗറ്റ് ITC ഹോട്ടലിന് 230 to 240 പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ SRF കെമിക്കൽ സെക്ടറിലുള്ള ഒരു അണ്ടർ പെർഫോമൻസ് ഈ കമ്പനി കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം.
9% കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ SRF കറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിനേക്കാളും അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് പറയാം. സെക്ടർ വീക്ക്നെസ് തന്നെയാണ് കാരണമായിട്ടുള്ളത്. സോ ഫ്ലൂറോ കെമിക്കൽസ് അവരുടെ സെഗ്മെൻറ്റിലുള്ള റെക്കോർഡ് ഡെലിവറിയാണ്, റെക്കോർഡ് ക്വാർട്ടറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെഫ്രിജറേറ്റർ ഡിമാൻഡും കൂടിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് കെമിക്കൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരിയാണ് SRF എന്ന് പറയുന്നത്. അടുത്തൊരു ടാർഗറ്റ് ഒരു 4700 അല്ലെങ്കിൽ 4800 റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യതയാണ് എനിക്ക് SRFനെ സംബന്ധിച്ചിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് നല്ല കമ്പനികളായിട്ട് കുറച്ച് നല്ല റിസൾട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ വീക്കെൻഡിൽ വന്നിരിക്കുന്ന മറ്റൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അൾട്രാടെക് സിമെൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ്. നെറ്റ് പ്രോഫിറ്റിൽ 27% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 1725 കോടി രൂപയാണ്. അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മാത്രം 40% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. സെയിൽസ് ആയാലും 23% വർധനവ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 11%-യും ഗ്രോത്ത് അൾട്രാടെക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബിറ്റ 35% വർധനവാണ്. 3914 കോടി രൂപയുടെ ഇബിറ്റയാണ് വന്നിരിക്കുന്നത്. 27% വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും 16.27% കഴിഞ്ഞ വർഷം Q3 മാർജിൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഉയർന്ന് 17.93% അൾട്രാടെക് സിമെൻ്റിൻ്റെ Q3 റിസൾട്ടിൻ്റെ എസ്റ്റിമേറ്റ്സ് ഏകദേശം 1725 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. 1540 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റവന്യൂ ആയാലും മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് 21,235 കോടി രൂപയായിരുന്നു. പക്ഷേ വന്നിരിക്കുന്നത് 21,829 കോടി രൂപയാണ്. അതായത് 16.6% മാർജിൻ എക്സ്പെക്റ്റ് ചെയ്ത സ്ഥാനത്ത് വന്നിരിക്കുന്നത് 17.93%. സോ അൾട്രാടെക്കിൻ്റെ റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ മുകളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുപോലെ US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസൻ്റെ പ്രസ്താവന 25% അധിക തീരുവ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിൻവലിക്കാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് പ്രഖ്യാപനം വരുന്നത്. അതുകൊണ്ട് തന്നെ സീ ഫുഡ് സ്റ്റോക്കുകളും ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളും തന്നെ ഫോക്കസിലായിരുന്നു. അദാനി പോർട്ടുമായിട്ട് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അമേരിക്കയുടെ സെബിയാണ് അവിടെ സമൻസ് ഗൗതം അദാനിക്കും അതുപോലെ തന്നെ മറ്റുള്ള അലിഗേഷൻ വന്നിരിക്കുന്നവർക്കും സമൻസ് കൊടുക്കാനുള്ള തീരുമാനമുണ്ട് എന്നറിയുന്നു. അത് അവർക്ക് നേരിട്ട് കൊടുക്കാതെ ഇന്ത്യ ഗവൺമെൻറ് അതിനെ എതിർത്തിരുന്നു. അതിന് പുറമെ നേരിട്ട് കൊടുക്കാതെ ഇമെയിൽ വഴിയോ മറ്റു വഴിയോ സമൻസ് അയക്കുമെന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള അനുമാനമാണ് അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിൽ വലിയ രീതിയിലുള്ള ക്രാഷ് വന്നിട്ട്. അദാനി ഗ്രൂപ്പുകളെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഇതുപോലുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അത് എല്ലാ അദാനി സ്റ്റോക്കുകളുമല്ല, ചില അദാനി സ്റ്റോക്കുകളിൽ അദാനി എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, അദാനി പോർട്ട് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാനുള്ള സാധ്യതയാണുള്ളത്. അൾട്ടിമേറ്റ്ലി ഇതിനൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിലുള്ള ഒരു വിചാരണയും കാര്യങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ അവസാനം എന്താവും എന്നുള്ളതൊന്നും. സോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വലിയ രീതിയിലുള്ള കറക്ഷൻ, അതായത് അദാനി പോർട്ട് പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കറക്ഷൻ വരികയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അദാനി ഗ്രൂപ്പിലെ എല്ലാ സ്റ്റോക്കുകളിലും നമുക്കിപ്പോൾ അദാനി ഗ്രീൻ എനർജി, അദാനി എനർജി സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ മൊമെൻറ്റം ബേസിൽ നമുക്ക് പിക്കപ്പ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ഫണ്ടമെൻ്റൽസും ഏർണിങ്സും കോർപ്പറേറ്റ് ഏർണിങ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വാല്യൂഷനാണ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാൻസീഡായിട്ടുള്ള സ്റ്റോക്കുകളിലോ കൗണ്ടറുകളിലോ നമുക്ക് ശ്രദ്ധയില്ല. പക്ഷേ നേരെ മറിച്ച് അദാനി എൻ്റർപ്രൈസസ് ഒരു വലിയ ബിസിനസ്സുകളുടെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററാണ് അദാനി എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതുപോലെ അദാനി പോർട്ട്, നമ്മുടെ കൺമുമ്പിലുള്ള പോർട്ടുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് പോർട്ട് ഓപ്പറേറ്ററാണ് അദാനി പോർട്ട്. ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വാങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ക്രാഷുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. സോ ഞാൻ കൂടുതലായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ആഴ്ച സംസാരിക്കുന്നില്ല. ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെയുള്ള ബജറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പിക്കുകളൊക്കെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവ്ലി നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിൽ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനും ഫാമിലീസിനും ഒക്കെ ആയിട്ട് നമ്മൾ തരുന്നതാണ്. ഈ സമയം നമ്മൾ കൂടുതലും ഒരു അവസാന ടെയിൽ എൻഡ് എന്ന് പറയുന്ന രീതിയിൽ ബഡ്ജറ്റിനെ കുറിച്ച് തന്നെ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അതായത് നമ്മുടെ GDP വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ റുപ്പി ഡൗൺ ആവുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് നമുക്കുള്ളത്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും ലോയിലാണുള്ളത്. പക്ഷേ റുപ്പി കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോകുന്നു. റുപ്പി കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോകുന്നതിന് ഒരു കാരണം നമ്മുടെ എക്സ്പോർട്ട് കൂടി വരുന്നു.
എക്സ്പോർട്ട് നമുക്ക് കുറഞ്ഞു വരുന്നു. ഇമ്പോർട്ട് അതുപോലെയോ അല്ലെങ്കിൽ അതിൽ ഒരു പരിധിവരെ നമ്മൾ പണ്ടത്തെ പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുകയോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു അതിന് യു എസിൻ്റെ താരിഫ് ഒരു കാരണമായിരിക്കാം, ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒരു കാരണമായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇമ്പോർട്ട് കൂടി വരുന്നു. പക്ഷേ നമുക്ക് എക്സ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഭാഗമായിട്ട് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, നമ്മുടെ വരുമാനവും നമ്മുടെ ചിലവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ഒരു ചലഞ്ചാണ് ഈ ഒരു ബഡ്ജറ്റിൽ. അതുകൊണ്ടാണ് വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ടില്ല. കാരണം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് ആയാലും ഇൻകം ടാക്സ് ആയാലും GST റാഷണലൈസേഷൻ ആയാലും ഒക്കെ തന്നെ ചെയ്തു കഴിഞ്ഞു. RBIയുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഈ പറയുന്ന പോലെ മെഷേഴ്സ് കൊടുക്കുക, FIIസിനെ ഇവിടെ പിടിച്ചു നിർത്താൻ, FPI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കാനുള്ള വഴികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവർ ചുമ്മാ വന്ന് ഇൻവെസ്റ്റ് ചെയ്യില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കണം. അതിനിപ്പോൾ ടാക്സ് കൺസെഷൻ ആയാലും മറ്റുള്ള രീതിയിലൊക്കെ തന്നെ അവർക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ SGST കൂട്ടി, ടൈഗർ ആ ഒരു ടൈഗർ പേയ്മെൻ്റ് കേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അതിന് ശേഷം അൺനെസസറി കോർട്ടിലേക്ക് പോകുന്നു, കൂടുതൽ ടാക്സ് ഇഷ്യൂസ് വരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും FIIസിനെയൊക്കെ തന്നെ ഇവിടുന്ന് അകലം പാലിപ്പിക്കും. അപ്പോൾ അതൊക്കെ കുറച്ചുകൊണ്ട്, ടാക്സ് ഇഷ്യൂസ് കുറച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ അവരെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള വഴികൾ ഗവൺമെൻറ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതുപോലെ തന്നെ റുപ്പി ഡിപ്രീസിയേഷൻ, നമ്മളിപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയൊക്കെ പൈസ കൂടുന്നതിൽ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ എല്ലാവരും സന്തോഷിക്കുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു നെറ്റ് ഇമ്പോർട്ടറാണ് ഇന്ത്യ. ഏകദേശം 1000-ഓളം ടണ്ണ് സ്വർണ്ണമാണ് വരുന്നത്. അതിൽ 200-300 ടണ്ണ് മാത്രമാണ് നമുക്ക് ജ്വല്ലറി ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. ബാക്കി 700 ടണ്ണ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പണം നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. ഇതൊക്കെ കൂടുന്നതും നമ്മുടെ റുപ്പി ഡോളർ ഇക്വേഷന് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം ഇറാൻ്റെ സ്ട്രൈക്ക് കൂടി വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ടെൻഷൻ റുപ്പി നമ്മുടെ ക്രൂഡ് ഓയിലിൽ കൂടി വരികയാണെങ്കിൽ കുറച്ചുകൂടി വേഴ്സാണ് സിറ്റുവേഷനൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒഴിവായി പോകുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ട് വലിയ സർപ്രൈസിങ് ഫാക്ടർ എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ചില റുപ്പി ഡിപ്രീസിയേഷൻ കുറക്കുന്നതിനുള്ള കാരണങ്ങൾ, ക്യാപിറ്റൽ മാർക്കറ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൺസെഷൻസ് കൊണ്ടുവരുത്തുക, ഇതൊക്കെയാണ്. FIIസിനെ പിടിച്ചു നിർത്താനുള്ള വഴികൾ നോക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് കുറക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാനുള്ളത്. സോ PLI സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലെ PLI സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ചൊവ്വാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം ഈ പറയുന്ന ഇറാൻ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടന്നില്ല എങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ്. ഒരു റിവേഴ്സ് ട്രെൻഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ബഡ്ജറ്റ് ഒരു വലിയ ഇവൻ്റായിട്ട് ഇപ്പം മാധ്യമങ്ങളും എല്ലാം പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഇവൻറ്റുകൾ കടന്നിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിൽ ഈ ആഴ്ച മുഴുവൻ സംഭവബഹുലമാണ്. അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വളരെ സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകളിലാണ് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനാണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതലും മുൻതൂക്കം കൊടുക്കേണ്ടത്. കാരണം ബഡ്ജറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരു ടേണിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുവരെ പിടിച്ചു നിൽക്കുക, മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് നിൽക്കുക, അവരുടെ പോർട്ട്ഫോളിയോയിൽ നല്ല നല്ല സ്റ്റോക്കുകൾ നിറക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുകയല്ല പറയുന്നത്, നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചിട്ടും എല്ലാ സ്റ്റോക്കുകളിലും അതിൻ്റെ ഒരു ഇഫക്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് അതിൻ്റെ അർത്ഥം പല കൗണ്ടറുകളിലും ഇപ്പോഴും വാല്യുവേഷൻ വളരെ സ്ട്രോങ് ആണ്, വളരെ ഹൈ ആണെന്നുള്ളതാണ്. അപ്പം സാധാരണ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് പറയാറുണ്ട്, ഒരു സ്റ്റോക്ക് 100 രൂപ പോയിട്ട് അത് പിന്നീട് 40 രൂപ വരുമ്പോൾ നമുക്കത് വാങ്ങാനുള്ള പ്രൈസായി. കാരണം ഏകദേശം 19% കറക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 60% കറക്റ്റ് ചെയ്തു. അപ്പോൾ അതിപ്പോൾ റീസണബിളി പ്രൈസ്ഡ് ആണ്, അപ്പോൾ ഇപ്പോൾ വാങ്ങാമോ എന്നുള്ളത്. പക്ഷേ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അതിൻ്റെ വാല്യുവേഷൻ അതിൻ്റെ ഏർണിങ്സും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഗ്രോത്തും ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ വാല്യുവേഷൻ ഫെയറായി നിൽക്കുന്നത്. സോ എല്ലാ സ്റ്റോക്കുകളും എല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ഒരു പ്രൈസിലല്ല, അതിൻ്റെ വാല്യുവേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു വാല്യുവേഷൻ പോയിൻ്റ്, ഇൻഫ്ലെക്ഷൻ പോയിൻറ്റിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോക്കിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അല്ലാതെ ഈ ജനറലായിട്ടുള്ള കണ്ടീഷൻസ് മൂലമുള്ള മാർക്കറ്റ് കറക്ഷൻസ് ഒരു പരിധിവരെ വീണ്ടും അത് കണ്ടീഷൻസ് ശരിയാവുന്നതോടുകൂടി പരിഹരിക്കും. പക്ഷേ ആ സ്റ്റോക്കിൽ ബൈയിങ് വരണമെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ തന്നെ കറക്റ്റായിരിക്കണം. അതിൻ്റെ വാല്യുവേഷൻ തന്നെ ആണ് അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള നല്ല കറക്റ്റായിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിനുള്ള അവസരമായിട്ടാണ് ഈ ഒരു സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത്. അല്ലാതെ
നമ്മൾ ഓവറോൾ മാർക്കറ്റിനെ വിലയിരുത്തിക്കൊണ്ടൊന്നും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ബഡ്ജറ്റ് നമ്മുടെ കൺട്രോളിലല്ല. ട്രംപിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. ലോകത്തിൻ്റെ ഗ്ലോബൽ സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് എങ്ങനെ നല്ല സ്റ്റോക്കുകളെ പിക്ക് ചെയ്യാം, അതിന് പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് വേണമെങ്കിൽ പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യാനുള്ളത്. അല്ലാതെ നമുക്ക് വേറെ ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ആഴ്ച പറയാനുള്ളത്. വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കേട്ടുള്ള കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരാളിലേക്കെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ എത്തിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലായാലും നിങ്ങളുടെ മറ്റുള്ളവരിലൊക്കെ ആയാലും ഈ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നു. കമൻറ്റ് ബോക്സിൽ ഒരു ലൈക്കോ ഷെയറോ ചെയ്യുക. അത് നിങ്ങൾക്ക് ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചാനലുകൾ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ലിങ്കുകൾ ഉപയോഗിച്ച്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ, ഞങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കിട്ടുന്നതാണ്. സോ ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കുള്ള ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലുകളുണ്ട് ഫ്രീ ആയിട്ടുള്ളത്, അവിടേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ലൊരു വീക്ക് ആശംസിക്കുന്നു. ടർബുലൻ്റ് ആയിട്ടുള്ള വീക്കാണ്. വളരെ ശ്രദ്ധയോടുകൂടി പിടിച്ചിരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.